പലതരത്തിലുള്ള പുതിയ പുതിയ റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കാൻ ഇഷ്ടമുള്ള എനിക്ക് OTG മേടിക്കണോ എയർ ഫ്രയർ മേടിക്കണോ എന്നുള്ളത് വലിയൊരു ഡൗട്ട് തന്നെയായിരുന്നു. OTGയും എയർ ഫ്രയറും തമ്മിൽ ഞാൻ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ കുറച്ചും കൂടി ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിട്ട് തോന്നിയത് എയർ ഫ്രയർ ആയിരുന്നു. ഓയിലില്ലാത്ത പലതരത്തിലുള്ള ഐറ്റംസ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് മാത്രമല്ല ബേക്കിങ്ങും ചെയ്യാന്ന് അറിഞ്ഞപ്പോൾ കൂടുതൽ സന്തോഷമായി. ഷോപ്പിൽ ചെന്ന എയർ ഫ്രയേഴ്സ് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ പലതരത്തിലുള്ള എയർ ഫ്രയറുകൾ നമുക്കിപ്പോൾ ലഭ്യമാണെന്ന് മനസ്സിലായി. 2 ബാസ്ക്കറ്റ് ഉള്ളത്, ഒറ്റ ബാസ്ക്കറ്റ് ഉള്ളത്, അതുപോലെ മാനുവലായിട്ട് നമ്മൾ ടൈം സെറ്റ് ചെയ്യുന്നത്, ഓട്ടോമാറ്റിക് ആയിട്ട് ടൈം സെറ്റ് ചെയ്യുന്നത്, അങ്ങനെ പലതരത്തിലുള്ളത്. ബാസ്ക്കറ്റിന്റെ വലിപ്പത്തിനനുസരിച്ചും അതിന്റെ പ്രവർത്തനത്തിനനുസരിച്ചും ഇതിന്റെ വിലയിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഏകദേശം 2 മാസത്തോളമായി ഞാൻ ഈ ഫിലിപ്സ് ബ്രാൻഡിന്റെ എയർ ഫ്രയർ വീട്ടിലേക്ക് മേടിച്ചിട്ട്. അതിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇതെങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം, എന്തൊക്കെ ഐറ്റംസ് നമുക്ക് ഇതിൽ കുക്ക് ചെയ്യാം എന്നൊക്കെ നോക്കാം. ഇതൊരു സ്പോൺസേഡ് വീഡിയോ അല്ല കേട്ടോ. ഞാൻ മേടിച്ചതിൽ നിന്ന് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. ഈ ഒരു എയർ ഫ്രയറിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാം. ഞാൻ അപർണ വിവേക് കുമാർ. എല്ലാവർക്കും ലേഡീസ് നോട്ട് പാഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വാങ്ങിയ എയർ ഫ്രയർ ഫിലിപ്സ് ബ്രാൻഡിന്റെ HD 9200 എന്നുള്ള മോഡലാണ്. എണ്ണയുടെ ഉപയോഗം വളരെ കുറവായിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ ഹോട്ട് എയർ സർക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇതിൽ ഭക്ഷണങ്ങൾ പാകം ചെയ്ത് വരുന്നത്. 4.1 ലിറ്റർ കപ്പാസിറ്റിയാണ് ഈ ഒരു മോഡലിന് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന്റെ ഹാൻഡിലിൽ പിടിച്ചിട്ട് നമുക്ക് ഈ പാൻ പുറത്തേക്ക് എടുക്കാനും അതുപോലെ ഉള്ളിലേക്ക് വെക്കാനുമുള്ള ഓപ്ഷൻസ് ഉണ്ട്. എത്രത്തോളം ഐറ്റംസ് നമുക്കിതിൽ ഫില്ല് ചെയ്യാന്നുള്ളത് അവർ പ്രത്യേകം ഇതിനുള്ളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ പാനിന്റെ ഉള്ളിൽ കുക്ക് ചെയ്യേണ്ട ഐറ്റം പാനിന്റെ ഉള്ളിലേക്ക് നമുക്ക് വെച്ചതിന് ശേഷം ടെമ്പറേച്ചറും ടൈമും അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ OTGക്ക് പകരം എയർ ഫ്രയർ ഞാൻ സെലക്ട് ചെയ്യാനുള്ള കാരണം നമുക്കിതിൽ ഫ്രൈ ചെയ്യാം, റോസ്റ്റ് ചെയ്യാം, ബേക്ക് ചെയ്യാം, പോരാത്തതിന് റീഹീറ്റ് ചെയ്യാം. ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ഏതൊക്കെ ടെമ്പറേച്ചറിൽ എത്ര ടൈമിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം എന്നുള്ളത് പ്രത്യേകം അതിന്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് ബിഗിനേഴ്സിനാണെങ്കിലും യാതൊരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കുക്ക് ചെയ്തെടുക്കാം. പാനിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഫുഡ് ഐറ്റംസ് വെച്ച് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ക്ലീനിങ്ങിന് എളുപ്പത്തിനായിട്ട് ഇതുപോലെ സിലിക്കോൺ ലൈനേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലത്തെ സിലിക്കോൺ ലൈനേഴ്സ് നമുക്ക് മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ കൂടി കുക്ക് ചെയ്യുന്ന സമയത്ത് താഴെ ബാസ്ക്കറ്റിനുള്ളിലേക്ക് അധികം ഐറ്റംസ് സ്പില്ലേജസ് ഒന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് ഇതിന്റെ ക്ലീനിങ് കുറച്ച് എളുപ്പമായിരിക്കും ഇങ്ങനെ ലൈനേഴ്സ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ. കൂടാതെ നമുക്ക് കപ്പ് കേക്ക്സ് അതുപോലെ മുട്ടയൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ ലൈനേഴ്സും അവൈലബിൾ ആണ്. ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ. ഇതില്ലാണ്ടും നമുക്ക് ഇതിൻ്റെ ഉള്ള ഐറ്റംസ് ഫ്രൈ ചെയ്യാനും ബേക്ക് ചെയ്യാനും ഒക്കെ തന്നെ സാധിക്കും. നമ്മൾ ഈ ഒരു മോഡൽ മേടിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഒരു QR കോഡ് നമുക്ക് കിട്ടും. ആ QR കോഡ് നമ്മൾ സ്കാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ഒരു ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഈ ആപ്പിൽ പോയിട്ട് നമ്മുടെ അപ്ലയൻസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അപ്ലയൻസിൽ നമുക്ക് ഈ ഒരു എയർ ഫ്രയറിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും. അതിനുള്ളിൽ പലതരത്തിലുള്ള റെസിപ്പീസ്, അത് എത്ര ടെമ്പറേച്ചറിൽ വെക്കണം, എങ്ങനെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം, എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് റെസിപ്പി നമുക്ക് കിട്ടും. നോർമൽ ഫിഷ് ഫ്രൈ, ചിക്കൻ ഫ്രൈ ഒന്നും അല്ലാണ്ട് പുതിയ പുതിയ റെസിപ്പീസ്, കുട്ടികൾക്ക് പുതിയ സ്നാക്സ്, അങ്ങനെ പലതരത്തിലുള്ള റെസിപ്പീസ് ഇതിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആണ്. കൂടാതെ പലതരത്തിലുള്ള ആർട്ടിക്കിൾസ് ഉണ്ട്. അതായത് എയർ ഫ്രയറിനെ സംബന്ധിച്ച് എന്തൊക്കെ സംശയങ്ങളുണ്ടോ അതിനെക്കുറിച്ചുള്ള ആർട്ടിക്കിൾസും ഇതിനുള്ളിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് എയർ ഫ്രയർ ഉപയോഗിച്ച് എന്തൊക്കെ ഫുഡ് ഐറ്റംസ് പ്രിപ്പയർ ചെയ്തെടുക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് കാണിക്കാം. ചിക്കൻ ഫ്രൈ നമ്മൾ ചിക്കൻ പീസസ് മാരിനേറ്റ് ചെയ്തത് ആദ്യം തന്നെ നമ്മുടെ പാനിലേക്ക് നേരിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ലൈനർ ഉപയോഗിച്ചിട്ട് അതിന് മുകളിലോ ആദ്യം തന്നെ എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ 18 മുതൽ 24 മിനിറ്റ് വരെയാണ് ഇതിൽ അവർ കുക്കിംഗ് ടൈം ചിക്കൻ ഫ്രൈനായിട്ട് പറയുന്നത്. ടൈമർ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇടയ്ക്ക് നമ്മൾ ഒരു പകുതി ടൈം ആവുമ്പോൾ ഇത് എടുത്തിട്ട് തിരിച്ചിട്ടതിന് ശേഷം മുകളിൽ ഇതുപോലെ ഓയിലൊന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഓയിൽ ഇങ്ങനെ സ്പ്രേ ചെയ്തില്ല എന്നുണ്ടെങ്കിലും
ചിക്കൻ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി കിട്ടും. കുറച്ചും കൂടി ഒരു മുരിഞ്ഞ് കുറച്ചും കൂടി ക്രിസ്പി ആയിട്ടുള്ള ഒരു ടെക്സ്ചർ വേണമെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഇതുപോലെ ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. എനിക്ക് തോന്നിയത് ഫിഷ് ഫ്രൈനേക്കാളും കൂടുതൽ നന്നായിട്ട് ചിക്കൻ ഫ്രൈ ഇതിൽ ചെയ്യുമ്പോഴാണ്. കാരണം പുറമേ നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് നമുക്കിതിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത്. സെയിം മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് വീട്ടിൽ തന്നെ ഗ്രിൽഡ് ചിക്കൻ ഇതിൽ ചെയ്തെടുക്കാം കേട്ടോ. ഗ്രിൽഡ് ചിക്കൻ കറക്റ്റ് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സാലഡ്സിനൊക്കെ ഈ ഗ്രിൽഡ് ചിക്കൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ഒട്ടും ചേർക്കാത്തത് കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രിൽഡ് ചിക്കൻ ആണ്. ചിക്കനിൽ പിന്നെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് ചിക്കൻ നഗറ്റ്സ് ആണ്. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സ്നാക്സ് ആണ് ഈ ചിക്കൻ നഗറ്റ്സ് ഒക്കെ. അപ്പോൾ നമുക്ക് ഓൾറെഡി ഫ്രോസൺ ആയിട്ടുള്ളത് മേടിച്ച് നമുക്ക് വേണമെങ്കിൽ വീട്ടിലുണ്ടാക്കി നോക്കാം. ഈ എയർ ഫ്രയറിലാവുമ്പോൾ എണ്ണ അധികം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. വളരെ നന്നായിട്ട് തന്നെ നമുക്ക് ചിക്കൻ നഗറ്റ്സും ഇതുപോലെ എയർ ഫ്രയറിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾ, ഇപ്പോൾ കൊളസ്ട്രോളിൻ്റെ ഒക്കെ പ്രശ്നമുള്ള ആളുകൾക്കൊക്കെ ഫിഷ് ഫ്രൈ യാതൊരു ഗിൽട്ടും ഇല്ലാതെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് എയർ ഫ്രയറിൽ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. നമ്മൾ പാനിൽ ഡയറക്റ്റ് എണ്ണ ഒഴിച്ച് വറുക്കുന്നതിനേക്കാളും വളരെ കുറച്ച് എണ്ണയെ നമുക്കിതുപോലെ എയർ ഫ്രയറിൽ നമ്മൾ വറുക്കുകയാണെങ്കിൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. എയർ ഫ്രയറിന്റെ പാനിൽ ഡയറക്റ്റ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ലൈനേഴ്സ് ഉപയോഗിച്ചിട്ടോ നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം കുറച്ച് എണ്ണ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മാരിനേറ്റ് ചെയ്തിട്ടുള്ള ഫിഷ് പീസുകൾ നമ്മൾ മുകളിൽ വെച്ചു കൊടുക്കാം. എയർ ഫ്രയറിന്റെ ഈ മോഡലിൽ ഫിഷ് ഫ്രൈനായിട്ട് പറയുന്നത് 160 ഡിഗ്രി സെൽഷ്യസിൽ 22 to 25 മിനിറ്റ്സ് ആണ് പറയുന്നത്. ടെമ്പറേച്ചറും ടൈമും സെറ്റ് ചെയ്ത് കൊടുത്ത് ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പകുതി സമയം കഴിയുമ്പോൾ നമ്മൾക്കിത് പുറത്തേക്ക് എടുക്കാം ഈ പാന്. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് പോസ് ആയിരിക്കും. ഇങ്ങനെ പുറത്തെടുത്തതിന് ശേഷം കറക്റ്റ് പകുതി സമയത്തിന് പുറത്തെടുക്കാം. ഇപ്പോൾ നോക്കുമ്പോൾ അറിയാം ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പതുക്കെ അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ചും കൂടി എണ്ണ ഒന്ന് മുകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ. നമുക്ക് നല്ലോണം ക്രിസ്പി ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ എണ്ണ സ്പ്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എണ്ണ ഇല്ലാതെയും നമുക്ക് നന്നായിട്ട് തന്നെ എയർ ഫ്രയറിൽ കുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ടൈം 0-ലാകുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആയിക്കോളും. ഓഫ് ആകുന്ന സമയത്ത് ഈ ഒരു അലാറം കേൾക്കുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം നമ്മൾ വെച്ച ഐറ്റം ഫുള്ളി കുക്ക്ഡ് ആയിട്ടുണ്ട്, സമയം ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നുള്ളത്. പുറമേ നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടാണ് ഫിഷ് ഫ്രൈ റെഡി ആയി വരുന്നത്. നമ്മൾ എണ്ണയിൽ വറുക്കുന്നത് പോലെ തന്നെ ആണ് ഇതിന്റെ ടേസ്റ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല കേട്ടോ. കാരണം നമുക്ക് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ടേസ്റ്റ് എന്നുണ്ടെങ്കിൽ, കുറച്ച് കോംപ്രമൈസ് ഒക്കെ ചെയ്യാന്നുണ്ടെങ്കിലേ നമുക്ക് ഇങ്ങനത്തെ ഫിഷ് ഫ്രൈ ഇഷ്ടപ്പെടാനായിട്ട് ചാൻസ് ഉള്ളൂ. പക്ഷെ എനിക്ക് കൂടുതലായിട്ട് നന്നായിട്ട് തോന്നിയത് ഇതുപോലെ ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ പാനിൽ കുക്ക് ചെയ്യുന്നത് പോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ചെമ്മീൻ്റെ ടെക്സ്ചർ എനിക്ക് തോന്നിയത്. ഇതിൽ കൊടുത്തിരിക്കുന്ന ടെമ്പറേച്ചറിലും സമയത്തിലും വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്കത് സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ടെമ്പറേച്ചറിലും സമയത്തിലും ഒക്കെ ഡിഫറൻസ് വരുത്തി നമുക്ക് തന്നെ സെറ്റ് ചെയ്ത് പുതിയൊരു ഇതിൽ നമുക്ക് സെറ്റ് ചെയ്ത് പഠിക്കാവുന്നതാണ്. ബേക്കിങ്ങിനുള്ള ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്യുന്നതിന് പുറമെ നമുക്ക് നല്ല നല്ല കേക്ക്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ചോക്ലേറ്റ് കപ്പ് കേക്ക്സ് ഉണ്ടാക്കി നോക്കി, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിരുന്നു. 180 ഡിഗ്രി സെൽഷ്യസിൽ 12 to 14 മിനിറ്റ്സിൽ നമുക്ക് കപ്പ് കേക്ക്സ് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം നമ്മൾ കണ്ട ആ സിലിക്കോൺ മോൾഡ്സ് ഉണ്ടല്ലോ, അതിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഞാൻ കപ്പ് കേക്ക്സ് ഉണ്ടാക്കിയെടുത്തത്. അതിന് പുറമെ നമുക്ക് പേപ്പർ കപ്സ് അല്ലെങ്കിൽ നോർമൽ കേക്ക് മോൾഡ്സ് ഒക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യാവുന്നതാണ്. കേക്കിന് പുറമെ ബ്രെഡ് അതുപോലെ പിസ്സ ഒക്കെ നമുക്ക് ഇതിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, ബേക്കിങ്ങിന്റെ ഓപ്ഷൻ ഉള്ളതുകൊണ്ട്. ഫുഡ് ഐറ്റംസ് റീഹീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ എയർ ഫ്രയർ ഉപയോഗിക്കാം കേട്ടോ. അതിന് പുറമെ നമുക്ക് ചെറിയ ചില ടാസ്കുകൾ ചെയ്തെടുക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് പീനട്ട്സ് ഒട്ടും എണ്ണയുടെ ആവശ്യമില്ലാണ്ട് തന്നെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എയർ ഫ്രയർ ഉപയോഗിക്കാം. ലെമൺ റൈസ്, അവൽ ഉപ്മാവ്, സേമിയ ഉപ്മാവ്, അതിനുള്ളിലൊക്കെ നമുക്ക് പീനട്ട്സ് ആഡ് ചെയ്യേണ്ട സമയത്ത് ഇതുപോലെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ പീനട്ട്സ് നമുക്ക് അപ്പോൾ പ്രത്യേകമായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നേരെ എടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം.
വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഓണിലിരിക്കുന്ന സമയത്ത് ഇതിന്റെ ഈ സൈഡിലും അതുപോലെ മുകളിലൊന്നും ചൂടുണ്ടാവില്ല കേട്ടോ. നമുക്ക് അവിടെ ഒന്നും ടച്ച് ചെയ്യണതിന് പ്രശ്നമില്ല. പക്ഷെ നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ആ പാനിലും ബാസ്ക്കറ്റിലും ചെറിയ ചൂടുണ്ടാവും. അപ്പൊ അതുമ്മ നമ്മൾ ടച്ച് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പീനട്സ് ഒക്കെ ഫ്രൈ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമ്മളെടുത്തൊന്ന് ടോസ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ഇളക്കി ഇളക്കി ഒന്ന് വെച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈവൻ ആയിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ ക്രിസ്പായിട്ട് കിട്ടാനാണ് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് എടുത്തു വെക്കുന്നത്. വളരെ എളുപ്പത്തിൽ നല്ല ക്രിസ്പി ആയിട്ട് പീനട്സ് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പലരും ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു സ്നാക്ക് ഓപ്ഷൻ ആയിട്ട് പറയുന്ന ഒരു ഐറ്റം അല്ലേ ഈ മഖാന. അപ്പൊ മഖാന ഒട്ടും തന്നെ എണ്ണയോ നെയ്യോ ഒന്നുമില്ലാതെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് എയർ ഫ്രയറിൽ മഖാന ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ്സ് ടൈം സെറ്റ് ചെയ്തതിന് ശേഷം ഒരു 160 ഡിഗ്രി സെൽഷ്യസിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് മഖാനാസ് ഫ്രൈ ആയിട്ട് കിട്ടും. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചില സ്നാക്സ് ഒക്കെ നമുക്ക് എയർ ഫ്രയറിൽ ഉണ്ടാക്കിയെടുക്കാം. മെയിൻ ആയിട്ട് എഗ് ഇൻ എ ഹോൾ എന്ന് പറയുന്ന ഈ ഒരു ഡിഷ്, ബ്രെഡും അതുപോലെ മുട്ടയും കൂടി ഒരുമിച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കുന്ന ഈ ഒരു ഡിഷ് എയർ ഫ്രയറിൽ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. സ്നാക്സ് ആയിട്ട് മാത്രമല്ല, ഈ ഒരു ഐറ്റം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാവുന്നതാണ്. ബ്രെഡിൽ റെഡിയാക്കി എടുക്കാവുന്ന സ്നാക്ക് ആയിട്ടുള്ള ഗാർലിക് ബ്രെഡും നമുക്ക് ഇതുപോലെ എയർ ഫ്രയറിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് വീറ്റ് ബ്രെഡാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ബ്രെഡ് നമ്മൾ ഇതുപോലെ റെഡിമെയ്ഡ് ബ്രെഡ് അല്ലാണ്ട് തന്നെ മൈദ നമുക്ക് കുഴച്ച് ഗാർലിക് ബ്രെഡ് അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം. അതിനും എയർ ഫ്രയർ നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഡീറ്റെയിൽഡ് വീഡിയോ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യാം. മറ്റൊരു കാര്യം, കൂടുതലും ആളുകൾ ഇപ്പോൾ എയർ ഫ്രയർ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് വീടുകളിൽ. അതല്ല, ഇപ്പം മേടിക്കാനൊക്കെ കാത്തിരിക്കുന്നവരാണ്, ഇതിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാക്കാം എന്നൊരു ഐഡിയ ഇല്ലാതിരിക്കുന്നവർക്ക് കൂടുതൽ ഉപകാരപ്രദമാകട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഉപയോഗത്തിന് ശേഷം 30 മിനിറ്റെങ്കിലും ഇത് മാറ്റി വെച്ച് ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് കഴുകാനായിട്ട് തുടങ്ങാൻ പാടുള്ളൂ. പാനും ബാസ്ക്കറ്റും ഒക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഹാർഷ് ആയിട്ടുള്ള സ്ക്രബ്ബർ ഒന്നും ഉപയോഗിച്ച് നമ്മൾ ഉരച്ച് കഴുകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ഇതിനുള്ളിൽ വരുന്ന ഹീറ്റിംഗ് കോയിൽ ഉണ്ടല്ലോ, അതും നമ്മൾ എന്തെങ്കിലും ഒരു തുണി ഉപയോഗിച്ച് എങ്ങാനൊന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കണം. അപ്പോൾ എയർ ഫ്രയർ വാങ്ങാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഈ ഒരു വീഡിയോ കൊണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ കൂടുതൽ ഇതുപോലത്തെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള കൂടുതൽ വീഡിയോസുമായിട്ട് ലേഡീസ് നോട്ട് പാഡിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.